ദൂരീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ള ഹൈറും ബർക്കത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ ജമാഅത്തിന്റെ ഏറ്റവും നെടുന്തൂണായ നമ്മുടെ GCC കമ്മിറ്റി, നമുക്ക് എന്നും ആവേശമാണ് നമ്മുടെ GCC കമ്മിറ്റി. നമ്മൾ എന്ത് ഉണ്ടെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മോടൊപ്പം കൊണ്ടു നിൽക്കുന്നവരാണ്. നമ്മൾ ഈ അടുത്ത കാലത്തുണ്ടായ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ പോലും നമ്മുടെ പരിപാടിയുമായിട്ടും മറ്റെല്ലാമായും സഹകരിക്കുന്ന GCC കമ്മിറ്റി അവർക്ക് ഇതിന്റെ ഭാഗമാണ്. അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. അവർക്ക് ജീവിതത്തിന്റെ ഒരൊറ്റ മുട്ടാൻ വേണ്ടി അവൻ വിദേശ രാജ്യത്തിലേക്ക് പോയി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവരുടെ കഴിവും മനസ്സൊക്കെ നമ്മുടെ നാട്ടിലാണ്. അവരാഗ്രഹിച്ചവരൊക്കെ ഈ വേദിയിൽ ഉണ്ടാവേണ്ട ആളുകളാണ്. എന്നിരുന്നാൽ പോലും അവർക്ക് നാടിന്റെ ഉയർച്ചക്കും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മുടെ പരിപാടിക്കുള്ള മൊത്തം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ GCC കമ്മിറ്റിയാണ്. അതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ ഇന്ന് വൈകുന്നേരം ഇവിടെ ചായയും കടിയും അതും നൽകുന്നത് സ്പോൺസർ ചെയ്തത് കമ്മിറ്റിയാണ്. അതേപോലെ നൽകിയ നേരത്തെ നൽകിയ ജോസൊക്കെ സ്പോൺസർ ചെയ്തത് GCC കമ്മിറ്റികളാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടി പ്രവർത്തിച്ച അവിടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ പേഴ്സണലായിട്ട് മറ്റൊക്കെ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട്. ആളുകളെ കയ്യെത്തൊന്നും പറയുന്നില്ല, എല്ലാവരും മനസ്സിലുണ്ട്, എല്ലാവർക്കും അറിയാം. അതിന്റെ പിന്നിൽ അള്ളാഹു ആരൊക്കെയാണോ പ്രവർത്തിച്ചത് അള്ളാഹുക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണമല്ല. അവരുടെ ജോലിയിലും ബിസിനസ്സിലൊക്കെ നീ ഫൈലും കണക്കത്തും നൽകണമല്ല. ഇനിയും ഒരുപാട് കാര്യം നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകണമല്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അതിന്റെ അതിന്റെ ഭാഗമായവർക്ക് എല്ലാവർക്കും അള്ളാഹു നീ ഉയർച്ചയിൽ ഉയർച്ചകളല്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ പോലും അവർ നമ്മളോടൊപ്പം കൂടുന്നിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ ജോലിയിലും ബിസിനസ്സിലും ഏർപ്പെടുന്നതൊക്കെ അള്ളാഹു ഹൈറും ബർക്കത്തും നൽകട്ടെ, അഭിവൃദ്ധി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി അവസാനമായിട്ട് പ്രാർത്ഥിക്കാൻ ബഹുമാനപ്പെട്ട മധ്യസ്ഥ ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മുടെ മത്സരം തുടരുന്നു. പ്ലീസ് നമ്മുടെ സബ് ജൂനിയർ വിഭാഗത്തിലെ മലയാള പ്രസംഗം തുടരുന്നു. നെക്സ്റ്റ് കോൺവെന്റർ 6 ശരി മനെ. ഇനി ആരെങ്കിലും ക്യാഷ് മറ്റോ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജമാഅത്ത് കമ്മിറ്റിയുമായിട്ടോ ഉസ്താദ്മാരുമായിട്ടോ ബന്ധപ്പെടണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിൽ അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിയോഗത്തെ സംബന്ധിച്ച് ഏതാനും വാക്കുകൾ പറയാൻ വേണ്ടിയാണ്. എന്റെയും നിങ്ങളുടെയുമായ നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് 63-ാം വയസ്സിൽ യാത്രയായി. ആ സംഭവബഹുലമായ ജീവിതത്തിന് തിരശീല വീഴുമ്പോൾ പ്രവാചക പരമ്പരയും അവസാനിച്ചു. ഹിജ്റ 11 സഫർ മാസം അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം ബാധിച്ചു. ആ രോഗം 13 ദിവസം വരെ നീണ്ടിരുന്നു. രോഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിൽ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ പോയി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെ പകരക്കാരനാക്കി നിയമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാത്ത ഒരു ജമാഅത്ത് നിസ്കാരം സ്വഹാബാക്കൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളുടെ സങ്കടം കണ്ടപ്പോൾ 2 പേരുടെ ചുമലിൽ കൈവച്ച് പള്ളിയിലേക്ക് വന്നു. അവസാനത്തെ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു,